ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് പാർട്ട് 2 ആണ് നോക്കുന്നത്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്തു എന്നെല്ലാം കണ്ടു. ഇത് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് DVLAയുടെ ഫോം നമുക്ക് വരും. സോ ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളതാണ് പാർട്ട് 2 ആയിട്ട് ഞാനിവിടെ പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അഡ്രസ്സിലുള്ള ഫോമുണ്ട്. പിന്നെ അവരൊരു ലീഫ്ലെറ്റ് വെച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഫോർ നോൺ UK ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് ഹോൾഡേഴ്സ്. പിന്നെ നമ്മുടെ ഈ ഫോം ഫില്ല് ചെയ്ത് തിരിച്ചയക്കാനുള്ള ഒരു കാർഡും ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. സോ ഇനി നമുക്ക് ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം എന്ന് കാണാം. സോ ഇതാണ് നമ്മുടെ DVLAയുടെ ഫോം നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ ബ്ലാക്ക് ഇങ്കിൽ ഫില്ല് ചെയ്യണമെന്ന്. അതേപോലെ തന്നെ നമ്മുടെ എൻക്ലോസ് ID ഇഫ് നെസസറി, റിട്ടേൺ ദിസ് ആപ്ലിക്കേഷൻ ഇൻ ദ എൻവലപ്പ് പ്രൊവൈഡഡ് ടു DVLA, അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ്, യുവർ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി. യു മസ്റ്റ് ഫിൽ ഇൻ ദിസ് സെക്ഷൻ. സോ ഇതിൻ്റെ അകത്ത് 2 പാർട്ടാണുള്ളത്, പാർട്ട് A ആൻഡ് പാർട്ട് B. സോ പാർട്ട് A എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. അതിൻ്റെ അകത്ത് UK പാസ്പോർട്ട് ഉള്ളവർക്ക് UK പാസ്പോർട്ട് നമ്പർ ഇടാം, അല്ലാത്തവർക്ക് വ്യൂ ആൻഡ് പ്രൂവ് യുവർ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് സർവീസ് ഷെയർ കോഡ്. സോ നമുക്ക് നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷെയർ കോഡ് ജനറേറ്റ് ചെയ്ത് ആ ഷെയർ കോഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ ആ ഷെയർ കോഡ് സ്റ്റാർട്ട്സ് വിത്ത് S ആയിരിക്കും. സോ കംപ്ലീറ്റ്ലി ആ ഷെയർ കോഡ് അവിടെ കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെയർ കോഡ് കൊടുത്തതിന് ശേഷം നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സോ പാർട്ട് ബി എന്നുള്ളത് ഷെയർ കോഡും ഇല്ല, UK പാസ്പോർട്ട് നമ്പറും ഇല്ലാത്തവർക്കുള്ളതാണ് പാർട്ട് ബി എന്നുള്ള ഓപ്ഷൻ. സോ പാർട്ട് ബിയിലെ ഓപ്ഷനിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് വാലിഡ് ആയിട്ടുള്ളത് എന്ന് അവിടെ പറയുന്നുണ്ട്. അതുകൂടാതെ ഈ ഫോമിലും അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, എന്തൊക്കെ ഫോംസ് അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. സോ പാർട്ട് ബി എന്നുള്ളത് എപ്പോഴും BRP കാർഡ് യൂസ് ചെയ്യാൻ നോക്കുക. നമുക്ക് ട്രാവൽ ഡോക്യുമെൻ്റായിട്ട് പാസ്പോർട്ട് യൂസ് ചെയ്യാം, പക്ഷേ ഇൻ കേസ് നമുക്ക് പാസ്പോർട്ട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നാൽ നമുക്ക് ഈ ഫോമിൻ്റെ കൂടെ നമ്മൾ പാസ്പോർട്ട് അയക്കുന്നത് കൊണ്ട് അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. സോ എപ്പോഴും BRP കാർഡ് യൂസ് ചെയ്യാൻ നോക്കുക. മിക്കവാറും എല്ലാ ആൾക്കാർക്കും തന്നെ ഈ ഷെയർ കോഡ് എഴുതി കഴിയുമ്പോൾ, അതായത് ഷെയർ കോഡ് S വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഷെയർ കോഡ് എഴുതി കഴിഞ്ഞാൽ പാർട്ട് ബിയിലേക്ക് പോകേണ്ട ആവശ്യമേ വരുന്നില്ല. ഇനി സെക്ഷൻ 2 ആണ്. സെക്ഷൻ 2 എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയ ആണ്. നമ്മൾ ഓൾറെഡി ഇവിടെ പാർട്ട് എയിൽ നമ്മുടെ സർവീസ് സ്റ്റാറ്റസ് ഷെയർ കോഡ് കൊടുക്കുന്നുണ്ട്. സോ സെക്ഷൻ 2 നമുക്ക് ആവശ്യമില്ല. സെക്ഷൻ 3 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഈ വൈറ്റ് ബോക്സിൽ സൈൻ ഇടുക, ഇവിടെ ഡേറ്റ് എഴുതുക, അതോടൊപ്പം തന്നെ ഇവിടെ ഫോട്ടോ ഒട്ടിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഈ വൈറ്റ് പോർഷൻ പീൽ ചെയ്ത് അവിടെ നമ്മുടെ ഫോട്ടോ ഒട്ടിക്കാവുന്നതാണ്. സോ ഇനി ഇതൊരു സിംഗിൾ ഫോം ആപ്ലിക്കേഷനാണ്, സിംഗിൾ സൈഡ് ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ സെക്ഷൻ A, യുവർ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, അത് എങ്ങനെയൊക്കെ കിട്ടണം, അല്ലെങ്കിൽ ഷെയർ കോഡ് എങ്ങനെ എടുക്കാം, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. പിന്നെ സെക്ഷൻ B നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യം വരുന്നില്ല. C ഫോട്ടോയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫോട്ടോ എങ്ങനെ എന്തൊക്കെ സ്റ്റാൻഡേർഡ്സിലായിരിക്കണം എന്നുള്ളത് അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ചെയ്യുക, സൈൻ ചെയ്യുക, ഫോട്ടോ ഒട്ടിക്കുക, ഈ ഫോം അവർ പറയുന്ന അഡ്രസ്സിലോട്ട് തിരിച്ചയക്കുക. സോ ഇത് തിരിച്ചയക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാനായിട്ട് നേരത്തെ നമ്മൾ പാർട്ട് 1 കണ്ടിരുന്നു, 34 പൗണ്ട് സംതിങ് ആണ് ആയത്. പിന്നെ ഈ ഫോം നമ്മൾ അയക്കുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ്, അതായത് നമ്മൾ സ്റ്റാമ്പോ എന്തെങ്കിലും ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ.
സോ ആക്ച്വലി ഇത് നമ്മൾ ഓൺലൈൻ അല്ല, നമ്മൾ ഏതെങ്കിലും ഒരു UK പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഡയറക്റ്റും നമുക്ക് ഈ ഫോം വാങ്ങിക്കാം. D1 ഫോം ആണിത്. സോ ഇത് അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലായിരിക്കും. സോ ഓൺലൈൻ ചെയ്യുന്നത് എപ്പോഴും ഈസിയാണ്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, ഫോം വരുമ്പോഴത്തേക്ക് സൈൻ ചെയ്ത് ഫില്ല് ചെയ്ത് അയയ്ക്കുക. സോ ഇത്രയാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.